ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ അനിൽ കരിപ്പൂര. ഞാനിപ്പോൾ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെയൊക്കെ തന്നെ സമ്പന്നരുടേതായിട്ടുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, അവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയം ഉണ്ടാകാം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഒരു വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമായിട്ട് ജീവിച്ചു പോകുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ യുക്തിവാദ രാഷ്ട്രീയമൊക്കെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിനിടയ്ക്ക് വിശ്വാസം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിലൂന്നി വിജയം കൈവരിച്ചിട്ടുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വിഷയം, എനിക്ക് ഇതിൽ നിന്ന് കരകയറാനേ പറ്റില്ല, ഞാൻ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ഇതിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ ഇനി എത്ര കാലം കഴിയണം, ഒന്നാമത് ഏജ് ഇങ്ങനെ ഓവറായിക്കൊണ്ടിരിക്കുന്നു, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കിടക്കും. ആദ്യം ഇതിനെ ദൂരീകരിക്കുക. അതുമാത്രമല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള വാക്ക് അഥവാ കടം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഈ പ്രതിസന്ധികളെ, സാമ്പത്തികം മാത്രമല്ല മറ്റുള്ള ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുന്നതിനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് അത് രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പലതരത്തിൽ വീട് വയ്ക്കുന്നതിനായിട്ട്, മക്കളുടെ കല്യാണം കഴിപ്പിക്കുന്നതിനായിട്ട്, അതല്ലെങ്കിൽ കച്ചവടം ആരംഭിക്കുന്നതിനായിട്ട്, വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ തന്നെ സാമ്പത്തികം പലരിൽ നിന്ന് വായ്പ എടുക്കുകയും അത് തിരികെ നൽകാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരിൽ പലരും പലതരത്തിലുള്ള ചിന്താഗതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു ലളിതമായിട്ടുള്ള മാർഗമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത്, നമുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇന്നലെ വരെ പലതരത്തിലൂടെ ഉള്ള വഴികളിലൂടെ കടന്നു വന്നിട്ടും ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു മനസ്സിൽ അങ്ങനെ ഒരു വിതുമ്പൽ കിടക്കുകയാണ്. അതിനെ എങ്ങനെ അതിജീവിക്കാം? തീർച്ചയായിട്ടും അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച ഈ പ്രതിസന്ധികളൊക്കെ തന്നെ, സാമ്പത്തികമായാലും ജീവിതത്തിൻ്റേതായിട്ടുള്ള മറ്റ് പല പ്രതിസന്ധികളായാലും ശരി തന്നെ, ആ പ്രതിസന്ധികളൊക്കെ തന്നെ നമുക്ക് ഒരു പാഠമായിരുന്നു, നമുക്ക് പഠിക്കാൻ കിട്ടിയ ഒരു പാഠമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇനിയുള്ള കാലം എങ്ങനെ അതിനെ അതിജീവിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അത് പ്രാവർത്തികമാക്കുന്നതിന്, കഴിഞ്ഞ കാലങ്ങളിലൂടെ നമ്മൾ ഒരു കച്ചവടം നടത്തി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പുതിയ കച്ചവടം നടത്താതിരിക്കേണ്ട. കച്ചവടം നടത്തി പരാജയപ്പെട്ട ഒരാൾ ഇനി കച്ചവടം നടത്താതിരുന്നാൽ എന്താ സംഭവിക്കുക? അയാൾ വേറെ മറ്റ് ഏതെങ്കിലും കടകളിൽ ചെന്ന് നിൽക്കേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ അതല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കച്ചവടം നടത്തി പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, ആ പരാജയത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുന്ന കച്ചവടത്തിൽ മനസ്സിലാക്കി തീർച്ചയായിട്ടും കൂടുതൽ മുന്നേറുന്നതിനുള്ള പാഠമായിട്ട് കൈവരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നതൊക്കെ തന്നെ, അല്ലേ? വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ള ആ ഒരു മൊഴി നമ്മൾ കേട്ട് വളർന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, അത് നിങ്ങൾ ഏത് ഈശ്വരനിലാണോ വിശ്വസിക്കുന്നത് ആ ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള ഈ പ്രതിസന്ധികളൊക്കെ തന്നെ വിജയത്തിലേക്കുള്ള പാതയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട്
നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ഏതായാലും ആ ഈശ്വരനിൽ കൂടി വിശ്വസിച്ചുകൊണ്ട് മുന്നേറിയാൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു ഷോർട്ട് കട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. നിങ്ങൾ ഒന്നിൽ നിന്ന് ഇരട്ടിയായും വീണ്ടും ഒന്നിൽ നിന്ന് ഇരട്ടി, അങ്ങനെ ഇരട്ടിയായി മുന്നേറുന്നതിനുള്ള, നമ്മൾ ഈ പരാജയപ്പെടുമ്പോൾ അത് കാണുവാൻ, ആക്ഷേപിക്കുവാൻ, അതിൽ സഹതാപം പ്രകടിപ്പിക്കുവാനൊക്കെ ആളുകളുണ്ടാവും. എന്നാൽ വിജയം കൈവരിക്കുമ്പോൾ ആ വിജയം, അതിന് പലതരത്തിലുള്ള കുറ്റങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടായിരിക്കും പലരും ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കുക. പലരുടെയും വിജയം മറ്റു പലർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്നാൽ ആരുടെയും പരാജയം അത് ചിലർക്ക് സന്തോഷം പകരുന്ന ഒന്നായി മാറുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുത പല കാര്യങ്ങളിലും. എന്നാൽ ആ പരാജയത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറിയാൽ തീർച്ചയായിട്ടും ഒരു വലിയ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വിജയത്തിനുള്ള ഏറ്റവും എളുപ്പ മാർഗം ഈ ഒരു സംഖ്യ കൂടി ഞാൻ പറയാം. ഈ സംഖ്യ നിങ്ങളുടെ കയ്യിൽ ഭാഗ്യരേഖ കടന്നു പോകുന്ന മോതിരവിരലിന് സമീപത്തായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. ആ രേഖപ്പെടുത്തി അത് അഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും അത് രേഖപ്പെടുത്തുക. ഇടയ്ക്കിടയ്ക്ക് ആ സംഖ്യ ഒന്ന് മനസ്സിൽ ഒന്ന് നോക്കുക. ഹസ്തത്തിൽ തന്നെ, കയ്യിൽ തന്നെ ഒന്ന്, കൈപ്പത്തിയിൽ തന്നെ ഒന്ന് നോക്കി ആ സംഖ്യ ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നന്നായിരിക്കും. മനസ്സിൽ എന്തായാലും ഉണ്ടാകും ആ സംഖ്യ എങ്കിൽ തന്നെയും ആ സംഖ്യ ഇതാണ് 1212, 1212 എന്നുള്ള സംഖ്യയാണ്. അത് ഈ ഭാഗ്യരേഖ കടന്നു പോകുന്ന ഈ വശത്താണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ ഒന്ന് എഴുതി ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ നോക്കുക. 1212. നമുക്ക് ഒന്നിൽ നിന്ന് ഇരട്ടിയിലേക്ക്, വീണ്ടും ഒന്നിൽ നിന്ന് ഇരട്ടിയിലേക്ക്, അങ്ങനെ ഇരട്ടിക്ക് നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കുകയും അതൊരു ഈശ്വരാനുഗ്രഹത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റി പോസിറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ വിജയം കൈവരിക്കും. നമ്മൾ വിജയത്തിലോട്ടടുക്കുകയാണ്. എനിക്ക് പരാജയമെന്തെന്നറിയില്ല, എനിക്ക് വിജയം മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ വിജയത്തിലേക്കാണ് എൻ്റെ ലക്ഷ്യം. ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോഴും, ഈശ്വര, എനിക്ക് അങ്ങ് തന്ന ഈ സമ്പത്ത്, ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമ്പത്തിനൊക്കെ തന്നെ നന്ദി. ആ നന്ദി കൂടി പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ 1212 എന്നുള്ള സംഖ്യ നമ്മുടെ മനസ്സിൽ കാണുന്നതോടൊപ്പം തന്നെ ഈശ്വരനോട് ഈ തന്ന ഈ പ്രതിസന്ധികളിലൂടെ പാഠം ഉൾക്കൊള്ളുവാൻ എന്നെ പഠിപ്പിച്ചതിന് നന്ദി. എനിക്ക് ഇങ്ങനെ സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യവും ഒക്കെ തന്നെ തന്നുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, അങ്ങേക്ക് 1000 നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം ഈ വീഡിയോ കണ്ട് നിങ്ങൾ കൈപ്പത്തിയിൽ രേഖപ്പെടുത്തിയ ഈ സംഖ്യ എല്ലാ ദിവസവും മാഞ്ഞു പോകുമ്പോൾ ഒന്നുകൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. 7 ദിവസം രേഖപ്പെടുത്തിയ ശേഷം നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ വ്യക്തമായിട്ടുള്ള മറുപടി, നിങ്ങളുടെ നക്ഷത്രവും ജനന തീയതിയും സമയവും ഉൾപ്പെടെയുള്ളവ അതിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി കറക്റ്റായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഈ പറഞ്ഞതൊക്കെ തന്നെ പരാജയമെന്നത് ഒരു അവസാന വാക്കല്ല, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഓരോ പരാജയങ്ങളും എന്നുള്ളത് മനസ്സിലാക്കി ജീവിത വിജയം കൈവരിക്കുന്നതിനായിട്ട് ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും മുന്നേറിയാൽ തീർച്ചയായിട്ടും ആ വിജയം കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ഏതായാലും ആ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ സംഖ്യ കൂടി ഒന്ന് കൈപ്പത്തിയിൽ രേഖപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ കഴിയും. ഒരിക്കൽ കൂടി പറയുന്നു, 7 ദിവസത്തിനകം നിങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാറ്റമുണ്ടാകുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഒത്തിരി മാർഗങ്ങൾ അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ജീവിതത്തിൽ വന്നിട്ടുള്ള വിഷമതകളൊക്കെ സംബന്ധിച്ചുള്ള ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഇനിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.